എല്ലാവർക്കും AS ഗപ്പി ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗപ്പികളുടെ പാരൻറ്റ് സ്റ്റോക്ക് അഥവാ ബ്രൂഡ് സ്റ്റോക്കുകളുടെ വാട്ടർ ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന പാട് നമ്മളെ ബയോഫിലിമാണ്. അത് ഓവറായി കഴിഞ്ഞാൽ നമ്മളെ ഗപ്പികൾക്ക് ഓക്സിജൻ കിട്ടാതെ ഡെഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഫോക്സ് വല്ല പ്ലാന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക, അങ്ങനെ വാഴേൻ്റെ ഒക്കെ എടുത്ത് മാറ്റുക എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമായിട്ട് ഗപ്പിയെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കാണാം വെള്ളം ഒന്ന് കറക്കി വിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയത്തെ വേസ്റ്റുകളെല്ലാം ഒരു മൂലയിൽ കൂടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് വലിച്ചു കളയാൻ പറ്റും. കണ്ടോ ഇപ്പോൾ കൂടിയിരിക്കുന്നത് നോക്കൂ. അത് മൊത്തം നമുക്ക് വലിച്ചു കളയാം ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ 30% ബേസിനത്തെ വെള്ളം നമുക്ക് പുറത്തേക്ക് കളയാം. അപ്പോൾ അടിത്ത അമോണിയൻ്റെ കണ്ടൻറ്റൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കി കുറഞ്ഞ വെള്ളം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭം, പിന്നെ ഗപ്പികൾക്ക് അധികം അസുഖം വരില്ല. ഒറ്റയടിക്ക് മൊത്തം വെള്ളം മാറ്റിയ ഓൽക്ക് ടെമ്പറേച്ചറൊന്നും സെറ്റ് ആവാതെ വരികയും വേഗം ഡെഡ് ആവാനും സാധ്യതയുണ്ട്. ഇതാണ് അങ്ങനത്തെ കുഴപ്പമൊന്നും വരുന്നില്ല. ഇനി ഫോക്സ്റ്റൈലൊക്കെ ഇട്ടിട്ട് ഗപ്പികളൊന്ന് ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വയ്ക്കാം. ഇത് നമ്മളെ ഗ്രീൻ പ്ലാറ്റിനം ബിഗ് ഇയർ ആണ്. ഇത് നമ്മളെ ഗപ്പി വളർത്തത്തെ ഗിരീഷായിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുത്താണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ഇയറൊക്കെ കണ്ടില്ലേ, ആനച്ചെവിയൻ അടിപൊളി ഗപ്പിയാണ്, ഉസാർ ഗപ്പി. കണ്ടോ നമ്മളെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയ ലാഭം, പിന്നെ അധികം അസുഖം വരില്ല ഗപ്പികൾക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്.